ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നല്ലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ നമ്മളെല്ലാവരും കാത്തിരുന്ന മുഹൂർത്തമാണ് നമ്മൾ കാണാൻ പോകുന്നത്. രോഹിത്തിന് ജാമ്യം കിട്ടുന്ന ആ ഒരു സീന്. അപ്പൊ രോഹിത്തിന് ജാമ്യം എങ്ങനെ കിട്ടും? നമ്മുടെ ശരണ്യെ മൊഴി മാറ്റി പറയുമോ? ശരണ്യെ മൊഴി മാറ്റി പറഞ്ഞാലും എങ്ങനെയായിരിക്കും കോടതിയിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയാ, കോടതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. മൊഴി മാറ്റി പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് നീ നേരത്തെ ഇതൊന്നും പറഞ്ഞില്ല, ഇപ്പൊ നീ പറയാൻ കാരണം എന്താണ്, നീ നേരത്തെ പറഞ്ഞ ലിസ്റ്റില് രോഹിത് ഉണ്ടായിരുന്നുവല്ലോ എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തിരിച്ചു മറിച്ചു ഒക്കെ ചോദിക്കും ജഡ്ജി. അപ്പം നമ്മുടെ ശരണ്യ അത് എന്താ പറയാ, പ്രൂവ് ചെയ്ത് പറയണം. അപ്പം അതെങ്ങനെയാണ് ശരണ്യ പറയുന്നത്, ആ ധൈര്യം ശരണ്യക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടി ചേർന്ന് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് വൈജയനെ കാണിക്കുന്നത്. നിർണായകമായ ഒരു ദിവസമാണ്, നിർണായക ഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈജയ്ക്കും വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ വൈജ നേരെ വിളിക്കുന്നത് ബബിതേനെയാണ്. അപ്പം ബബിതേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. നിന്റെ അച്ഛൻ പോയോടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ ഇവിടുന്ന് രാവിലെ പോയമ്മേ. അല്ല, അച്ഛൻ മാത്രമാണോ പോയത്? അച്ഛൻ മാത്രം പോവോ? അച്ഛന്റെ കൂടെ ഇപ്പൊ എപ്പോഴും ഉണ്ടല്ലോ ഒരാൾ, അച്ഛന്റെ PA, അവൾ അലീന, അവളും കൂടെ പോയിട്ടുണ്ട്. ഓ, ഈ മനുഷ്യൻ എന്താ ഈ കാണിക്കുന്നത്? നാണക്കേട് ഉണ്ടാക്കി വെക്കാനാണോ അവളെയും ചുമന്നുകൊണ്ട് പോയത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാ? അല്ല, അവളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യനെ കണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൊഴി മാറ്റി പറയാൻ വേണ്ടി ചിലപ്പം ശരണ്യനെ പ്രേരിപ്പിച്ചാലോ. അപ്പം അതിനായിരിക്കും അമ്മയെ കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പോ എന്തിന്? അങ്ങ് DYSPയുടെ മുമ്പിൽ ചെന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, പിന്നെ അല്ല ഇനിയിപ്പം കോടതി ചെന്നാ നടക്കാൻ പോകുന്നത്. അവളെ കെട്ടി ഒരുങ്ങി എടുത്തോണ്ട് പോയത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കും, മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി. അവളെ വീട്ടിൽ ഇരുത്തിയപ്പോ നിനക്ക് പറയത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന അച്ഛനാണല്ലോ. ദേ അമ്മേ, അച്ഛൻ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. പിന്നെ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന രോഹിത്തിന് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടിയാൽ മതിയെന്ന് മാത്രമാ. നാണക്കേടല്ലേ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. രോഹിത്തേട്ടൻ നിരപരാധിയാണെങ്കിൽ രോഹിത്തേട്ടന് എന്തുകൊണ്ട് ജാമ്യം കിട്ടിക്കൂടാ? ആ ഒരു ഇതിൽ ചിന്തിച്ചൂടെ? പിന്നെ അലീനയെ കൊണ്ട് എന്തെങ്കിലും സാധിക്കാൻ പറ്റുവാണെങ്കിൽ അവൾ എന്തെങ്കിലും നേടിയെടുക്കട്ടെ. നമുക്കിപ്പോ എന്താ? നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോ നല്ലതൊക്കെ തന്നെയാ, പക്ഷേ അവളെ അവിടെ അധികം നാള് ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചു വരും. അത് അവളുടെ ഇതോടുകൂടിയൊന്നും വേണ്ട. അവളുടെ ഓശാനത്തോടു കൂടി ഇപ്പൊ തിരിച്ചു വന്നിട്ട് എന്തെടുക്കാനാ? അവളുടെ ഒന്നും വേണ്ട നമുക്ക്. അവൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. അവളെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടാൻ നോക്ക്. എന്റെ മോൻ തെറ്റ് ചെയ്തില്ല, തിരിച്ചു വരും, അത് ഉറപ്പാ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കോ മോളെ എന്നൊക്കെ നമ്മുടെ വൈജ പറയാണ് കേട്ടോ. അപ്പോഴും അലീന ശത്രുവാണ് നമ്മുടെ വൈജയുടെ. അലീന രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ രോഹിത് അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല അത്രേ. രോഹിത് ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല അത്രേ. ഇനിയിപ്പൊ അലീനെ ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ കേൾക്കേണ്ടി വരില്ലേ എന്ന് ഓർത്തിട്ട് സ്വന്തം മകനെ രക്ഷിക്കാന്, അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു അമ്മേനെ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുക. എന്തൊരു അമ്മയാണോ എന്തോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വക്കീലിനെ കാണാൻ വേണ്ടിയാണ് ആദ്യമേ അലീനയും അതുപോലെ ബാലചന്ദ്രൻ ചെല്ലുന്നത്. അങ്ങനെ വക്കീലും അവിടെ ഉണ്ട്. അപ്പൊ വക്കീലിനെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 100% നമ്മുടെ രോഹിത് പുറത്തു വരാനാ ചാൻസ് കൂടുതൽ. രോഹിത് പുറത്തു വരണമല്ലോ. പിന്നെ ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറയുന്നത് പോലെയൊക്കെ ഇരിക്കുന്നു പറയുമ്പോ പിന്നെ നിങ്ങളെ കൊണ്ട് എന്താ ഉപയോഗം? നിങ്ങളെ വക്കീലായിട്ട് വെച്ചിരിക്കുന്നത് അതിനൊക്കെ വേണ്ടിയല്ലേ? നിങ്ങളെ വക്കീലായിട്ട് വെച്ചിരിക്കുന്നത് വാദിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയുമ്പോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വാദിച്ചോളാം സാറേ. ഞാൻ പറഞ്ഞല്ലോ 100% പുറത്തിറക്കാൻ എനിക്ക് പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ മൊഴി മാറ്റി പറഞ്ഞില്ല എങ്കിൽ പിന്നെ ബാക്കി ആ ഒരു ഇത് സംശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ പേടിക്കൊന്നും വേണ്ട. ഏതായാലും അവൾ അന്ന് അലീനയോട് പറഞ്ഞില്ലായിരുന്നോ രോഹിത് നിരപരാധിയാണെന്ന്? അപ്പൊ രോഹിത് നിരപരാധി ആയിരിക്കുമല്ലോ എന്നൊക്കെ വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് പറയുകയാണ്. വക്കീലന്മാർക്ക് എന്താ, വക്കീലന്മാരെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഉറപ്പായിട്ട് നമുക്ക് ഇറക്കാം എന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ അലീന പറയുന്നുണ്ട് ശരണ്യനെ ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവളെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞോളാം. ഒരിക്കലും അവളുടെ അടുത്ത് പോയി പറയാൻ പറ്റിയില്ലെങ്കിലും
ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ അവളോട് ഞാൻ സംസാരിക്കും. അവൾക്ക് ഒരു നോക്കി കണ്ടാൽ മതി എനിക്ക് അവള് നല്ല കുട്ടിയാ, അവള് മൊഴി മാറ്റി പറയൂ അച്ഛാ. എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഒരിക്കലും തകരാൻ പോകുന്നില്ല. ആ ഒരു വിശ്വാസം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയും. ഇപ്പൊ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നിന്റെ ചിന്താഗതി നല്ലതാകട്ടെ എന്ന് നമ്മുടെ ബാലചന്ദ്രന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ നമ്മുടെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനു ആണോ ബാലചന്ദ്രനെ വിളിക്കുന്നത്, ബാലചന്ദ്രനാണോ മനുവിനെ വിളിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ മനു ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കോടതി വളപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഏതായാലും കോടതി വളപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ചെന്നിറങ്ങരുത്, കാരണം ജനങ്ങളൊക്കെ അവിടെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും വേണം അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടെന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളോ അങ്കിളെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അലീനയെ കൂട്ടിയിട്ടുണ്ട്. അലീന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അലീന എന്റെ കൂടെ ഉണ്ട്. നീ എവിടെയാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങള് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനും ഉണ്ട് അച്ഛനും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കരമേനോൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ അയാള് പറയുന്നത്. എന്ത് പറയാനാ അങ്കിള്, അല്ല രോഹിത് ഒരു 10-70% രക്ഷപ്പെടുന്നു തന്നെയാ തോന്നുന്നത്. കാരണം രോഹിത് നിരപരാധി ആണല്ലോ എന്ന് പറയുമ്പോൾ രോഹിത് നിരപരാധിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ. അല്ല ആ പെങ്കൊച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛാ. ഏതായാലും അലീനയോട് ആ പെങ്കൊച്ച് അത് പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും ആ പെങ്കൊച്ചിനൊരു മനസാക്ഷി കാണുമല്ലോ എന്ന് പറയുമ്പോ പിന്നെ മനസാക്ഷി, എന്ത് മനസാക്ഷി, അതിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ഇനിയിപ്പോ ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജാമ്യം കിട്ടുമെന്ന് എന്താ ഇത്ര ഉറപ്പിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ല അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. കോടതി ചോദിച്ചാൽ എന്ത് ചെയ്യും, കോടതി ചോദിക്കും നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറുമെന്ന് അറിഞ്ഞ് പ്ലാൻ ചെയ്ത് അവിടെ എത്തിയിട്ട് മറ്റുള്ളവരെ അറിയിച്ചില്ല. ആരെയെങ്കിലും ഒരാളെ അറിയിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടേനെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പൊ പ്രസക്തി ഇല്ലല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്തത് ആരാണ്, അവരെയാണല്ലോ ഇപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്, ശിക്ഷ കൊടുക്കാൻ പോകുന്നത്. ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രോഹിത് ചെയ്തത് തെറ്റായിട്ട് ചിലപ്പോൾ കോടതിക്ക് തോന്നിയില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യം കിട്ടാൻ വേറൊന്നും വേണ്ടല്ലോ, ജാമ്യം കിട്ടൂല. കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും രോഹിത്തിന് ജാമ്യം കിട്ടൂലോ. അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ എന്ന് ഇങ്ങനെ നമ്മുടെ മനു പറയുമ്പോഴത്തേക്കും ശിവശങ്കര മേനോൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്, ശിവശങ്കര മേനോന്റെ മനസ്സിൽ ഒരു വിഷമമുണ്ട്. രോഹിത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഹരിയുടെ അവസ്ഥ അത് നമ്മുടെ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട് കേട്ടോ മനുവിനോട്. രോഹിത് ഇറങ്ങി കഴിയുമ്പം ഹരിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, നമ്മളെ കൊണ്ട് അവനെ ഇറക്കാൻ സാധിച്ചില്ല എന്ന് അവൻ ചിന്തിക്കില്ലേ. രോഹിത് ഉള്ളത് കൊണ്ട് ഇപ്പൊ അവൻ അവിടെ ഒരു ചെറിയൊരു ഇത് എന്താ പറയാ, ഒരു മൈനോറിറ്റി ആയിട്ടൊരു ചെറിയൊരു സമാധാനം കാണുമായിരിക്കും. രോഹിത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഹരി പിടിവിട്ട് പോകും. അവനും തോന്നില്ലേ അവന്റെ അച്ഛനും അവന്റെ അമ്മയും അവന്റെ ചേട്ടനും ഒന്നും അവനെ രക്ഷിക്കാനൊന്നും ചെയ്തില്ല എന്ന്. ഓ, അപ്പം അമ്മയുടെ പോളിസിയിലാണോ ഇപ്പൊ അച്ഛൻ നിൽക്കുന്നത്? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അമ്മയും രാവിലെ ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. അമ്മയ്ക്ക് പിന്നെ കൊതിയും നുണയും പറഞ്ഞ് കുശുമ്പും കുന്നായ്മയും അസൂയൊക്കെ ഉള്ള ഒരു സംഭവമാണെന്ന് ഓർക്കാം. അച്ഛൻ എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന് ഒരു പെൺകൊച്ചിനെ വെറുതെ പൂപറിക്കുന്ന ലാഭത്തിൽ കൊണ്ട് പീഡിപ്പിക്കുകയോ ചെയ്തത്, റേപ്പ് ചെയ്യുകയോ ചെയ്തത്. അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കോടതി വെറുതെ വിടുവോ? ഇനിയിപ്പോ രോഹിത് റേപ്പ് ചെയ്തില്ല എങ്കിൽ രോഹിത് രക്ഷപ്പെടുവായിരിക്കാം, രോഹിത്തിന് ജാമ്യം കിട്ടുമായിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിക്ക് ജാമ്യം വേണം. എന്നാ പിന്നെ ഹരിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, രോഹിത്തും പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞാല് നമ്മള് വെറും ഒന്നും അല്ലാതായി പോവില്ലേ? ബാലചന്ദ്രൻ അങ്കിളിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വെറും ഒരു സീറോ ആയി പോയില്ലേ? ഒരു നിലയും വിലയും ഇല്ലാത്തവരായി പോവില്ലേ? നമുക്കങ്ങനെ പറയാൻ പോയിട്ട് മനസ്സിൽ തോന്നിക്കാൻ പറ്റുമോ? ഒരു ആളെ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട ബാലചന്ദ്ര, നിന്റെ മകനും ഇറക്കണ്ട, നിന്റെ മകനും എന്റെ മകന്റെ കൂടെ കൂട്ടുകിടക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റുമോ അച്ഛാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരം മുട്ടി പോവുകയാണ് ബാലചന്ദ്രൻ അല്ലാട്ടോ ഉത്തരം മുട്ടുന്നത് നമ്മുടെ ശിവശങ്കര മേനോനാണ്. അപ്പം ആകപ്പാടെ കമല കൺഫ്യൂഷൻ അടിച്ച് ഭണ്ഡാരം അടങ്ങിയിരിക്കുകയാണ്. ഒരു സമാധാനവും കിട്ടുന്നില്ല കമലയ്ക്ക്. എന്തായിത്തീരുന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ നേരെ ചെല്ലാണ് നമ്മുടെ വൈജയുടെ അടുത്തേക്ക്. അവിടെ ചെന്നിരുന്നിട്ട് കുറച്ച് കൊതിയും നുണയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും കമലയെടുത്തി എന്താ പറ്റി രാവിലെ ഇങ്ങോട്ട് പോകുന്നത്? അവരെല്ലാവരും കൂടെ കോടതിയിലേക്ക് പോയോ? ഞാനിപ്പം ബബിതേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ബബിത എന്നോട് പറഞ്ഞു എന്നൊക്കെ നമ്മുടെ കമലയോട് പറഞ്ഞപ്പം കമല ആകപ്പാടെ ദേഷ്യത്തിലും അതുപോലെ തന്നെ രോക്ഷം കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കമല പറയാണ്, നിനക്കെന്താ വൈജേ, നിന്റെ മകനെ അവള് ഊരിയെടുക്കൂലോ. ബാലചന്ദ്രൻ അവളെ പിടിച്ചിരിക്കുന്നത് വെറുതെ അല്ല, നിന്റെ മകനെ ഊരിയെടുക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോ എന്റെ മകനെ എന്തിനു ഊരിയെടുക്കുന്നു? അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
അവൻ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടു പോരും, ജാമ്യം കിട്ടും. അല്ലാതെ അലീനെ കൊണ്ട് ഊരിയെടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോ പിന്നെ അവൾ ഇത്രയും നാളും അവിടെ പോയി നടന്ന് അവള് ആ പെങ്കൊച്ചിനെ കണ്ട് കയ്യിലെടുത്ത് മയക്കിയത് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് തന്നെയാ. ഇപ്പൊ എന്റെ മകനായല്ലോ അവിടെ ഒറ്റയ്ക്കെന്ന് പറയുമ്പോ അതെന്താ എന്റെ മകൻ അവിടെ കൂട്ടുകിടക്കണോ? തെറ്റ് ചെയ്യാത്ത എന്റെ മകൻ ഹരിക്ക് കൂട്ടുകിടക്കണോ? അല്ലെങ്കിൽ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടായെന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്ന് വൈജ, ഞാൻ ഇവിടെ വന്നത് കുറച്ച് സമാധാനത്തിന് വേണ്ടിയാ വന്നതെങ്കിൽ സമാധാനം അങ്ങോട്ടേക്ക് തരുന്ന രീതിയിലുള്ള സംസാരം ഇങ്ങോട്ടേക്ക് സംസാരിക്കണം. അല്ലാതെ പിന്നെ ഞാൻ എന്തുവാ പറയണത്, ചൊറിയുന്ന വർത്താനമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വായിന്ന് ഇതൊക്കെ തന്നെ കേൾക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോ വൈജെ, വേറൊന്നുമല്ല, എന്റെ മോന് അവനവിടെ ഒറ്റയ്ക്കായി പോവില്ലേടി, നിന്റെ ആങ്ങളയുടെ മോനല്ലേ, നിനക്ക് അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലേ? ഞാൻ ചിന്തിച്ചിട്ട് എന്റെ എടുക്കാനാ എന്റെ കമലയെടുത്ത്. എനിക്ക് ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ ഈ രണ്ട് കാലും കൈയും എല്ലാം തളർന്ന് ഞാനിവിടെ കിടക്കുക. എനിക്ക് ഇവിടെ നിന്ന് എണീറ്റ് നടന്ന് എന്റെ രോഹിത്തിന്റെ കാര്യം പോലും ഒന്ന് തിരക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ എനിക്ക് നിന്റെ മോന്റെ കാര്യം തിരക്കാൻ പറ്റുന്നത്? എന്റെ പൊന്നു കമലയെടുത്ത് ഒന്ന് പോകാൻ നോക്ക്, ഇവിടെ സമാധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് സമാധാനമില്ല, എനിക്ക് അത്രയും കൂടെ സമാധാനമില്ല. രോഹിത്തിന് ജാമ്യം കിട്ടും, അത് ഉറപ്പാ. ഇപ്പൊ എന്താ രോഹിത്തിന് ജാമ്യം കിട്ടരുതോ? അതല്ല വൈജയ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ കമലയെടുത്തി പറയുന്നത്? കമലയെടുത്തി, ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഹരി ചെയ്തതേ വേറൊന്നുമല്ല, സ്വന്തം കാമുകിയെ പുറകെ നടന്ന് വളച്ചൊടിച്ചെടുത്ത് സ്വന്തം കാമുകിയെ കൊണ്ട് കാഴ്ച വെച്ച് കൂട്ടുകാരന്മാർക്ക്. ഏത് ദൈവങ്ങളാണ് ഈ പൊറുക്കുന്നത്? ഏത് ദൈവങ്ങളെങ്കിലും പൊറുക്കുവോ? ഒരിക്കലുമില്ല. ചിലപ്പം കോടതിക്ക് മുമ്പില് എന്തെങ്കിലും കൺകെട്ടി വെക്കാൻ നമുക്ക് പറ്റുമായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ മുമ്പില് ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഏതായാലും ഞാൻ അതിന് കൂട്ടു നിൽക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ശിവേട്ടനും മരുമൊക്കെ പോയിട്ടുണ്ടല്ലോ, പോയിട്ട് കാര്യം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സമാധാനം കൊടുക്കുന്നുണ്ട് കമലയ്ക്ക് വൈജ. പിന്നെ ശരണ്യനെ കേട്ടോ കാണിക്കുന്നത്. ശരണ്യയും വീട്ടിൽ നിന്നും കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മയുടെ മുമ്പിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല അമ്മേ എന്നുള്ള രീതിയിൽ പൊട്ടി കരഞ്ഞപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, നിന്റെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അത് നീ കോടതിയിൽ പറയണം മോളെ. എന്തോ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ആ പെൺകുച്ചിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് ഓടി വരിക. അതെന്തൊരു നിഷ്കളങ്കത എന്ന് പറഞ്ഞ പെൺകുട്ടിയാ. അവള് വന്നതുകൊണ്ടല്ലേ നിനക്ക് ഒരു മനസ്സൊരു ധൈര്യമൊക്കെ ഉണ്ടായത്. അച്ഛനും പാർട്ടിക്കാരും സമുദായക്കാരും എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അത് നീ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പം ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്യത്തുള്ളൂ. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് പറയണം എന്നൊന്നും അറിയാതെ ചിലപ്പോൾ ഞാൻ പതറിപ്പോയേക്കാം, എങ്കിലും സത്യം പോലെ പറയണത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിന്റെ മനസാക്ഷിക്ക് തോന്നുന്നത് നീ പറയുക, പിന്നെ നീ പറയുന്നത് മിക്കവാറും കോടതി ചെവിക്കൊള്ളും, പക്ഷെ നീ അവസരവാദിയാണെന്ന് മുദ്ര കുത്തരുത് എന്നും കൂടി നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു വിടുന്നുണ്ട്. ആകപ്പാടെ ചെകുത്താനും കടലിനും നടുക്ക് തന്നെയാണ് ശരണ്യുള്ളത്. അങ്ങനെ ശരണ്യയും കോടതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ കോടതി കൂടാൻ സമയമാകുന്നു. കോടതി കൂടുന്നു, അവിടെ ജഡ്ജി വരുന്നു, ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന കാണികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും ഇതേ സമയം ബാലചന്ദ്രനും ശിവശങ്കരമേനോനും അലീനയും മനുവൊക്കെ കോടതി വളപ്പിലെത്തുന്നു. കോടതി വളപ്പിലെത്തി ഈ ഒരു സമയത്ത് നമ്മുടെ ശരണ്യയും അവിടെ വരുന്നുണ്ട്. ശരണ്യനെ ഒന്ന് നോക്കാനോ അല്ല, ശരണ്യക്ക് അലീനയെ ഒന്ന് നോക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും ഒരു നോക്ക് കാണുന്നുണ്ട് നമ്മുടെ ശരണ്യ അലീനയുടെ കണ്ണിൽ നോക്കുന്നുണ്ട്. ഏതായാലും അവർ തമ്മിൽ എന്തെങ്കിലും കൈമാറിയോ എന്നറിയില്ല. കണ്ണിലിനി അലീന പറഞ്ഞതുപോലെ എനിക്കൊരു നോട്ടം മതി, അവളെ ഞാൻ മാറ്റിക്കോളാം, ഒരു നോട്ടം മതി, അവള് പറഞ്ഞോളും, ഒരു മാറ്റിക്കോളും എന്നൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു നോട്ടത്തിൽ എന്തെങ്കിലും സ്പാർക്ക് വീണോന്നൊന്നും അറിയില്ല. ഏതായാലും കോടതി ചേംബറില് കേറി പ്രതികൾ നിൽക്കുന്നു. ഹരി വരുന്നു, രോഹിത് വരുന്നു, മറ്റേ 2 പ്രതികൾ കൂടി വരുന്നു. അങ്ങനെ കയറി വന്ന് വാദം തുടങ്ങുന്നു. ഏതായാലും വാദം തുടങ്ങി കഴിയുമ്പോൾ ഈ ഒരു വേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കുന്നുണ്ടല്ലോ, പ്രതിഭാഗവും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കുന്നു. വക്കീലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ശരണ്യയുടെ സമയമാവുമ്പോഴത്തേക്കും ശരണ്യനെ ചേംബറിൽ കയറ്റി നിർത്തുന്നു. ചേംബറിൽ കയറ്റി നിർത്തി ആദ്യം തിരിച്ചറിയുകയാണ്, ഇതാരാണ് എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്. കറക്റ്റ് ഹരീനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്, ആരെയും തിരിച്ചറിയാതെ ഒന്നും ഇരിക്കുന്നില്ല, തിരിച്ചറിയുന്നുണ്ട്. അത് രോഹിത്താണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു റേപ്പ് ചെയ്ത സമയം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഈ നമ്മുടെ ശരണ്യയുടെ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്. ഈ അതിജീവിത എന്ന നിലയിൽ ശരണ്യനെ അതായത് രഹസ്യമായിട്ട്
വലിയ രീതിയിൽ ആരുടെയും വീക്ഷണം ആരും കാണാതെയാണ് കേട്ടോ ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരിക്കലും ശരണ്യനെ കാണുന്ന രീതിയിലല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു അതിജീവിതയെ കൊണ്ടുപോകാനുള്ള ഒരിതില്ല. അപ്പൊ കോടതിക്കകത്ത് കയറുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരണ്യയുടെ ആ ഒരു അങ്ങനെ രഹസ്യമായിട്ടാണെങ്കിലും അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഏതായാലും സംഭവ ബഹുലമായ ഒരു സീനുകളൊക്കെ തന്നെയാണ് നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുന്ന സീനൊക്കെ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക കേട്ടോ. അടിപൊളി വിശേഷങ്ങളൊക്കെയാണ്. നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. ശരണ്യ പറയും രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, രോഹിത് എന്ന് പറയുന്ന അയാള് എൻ്റെ ദേഹത്ത് പിടിക്കുകയോ അതുപോലെ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, പേടിച്ചു കുതറി മാറുകയാണ് ചെയ്തത്. കോടതി മുമ്പാകെ ഈ സത്യം ഞാൻ ബോധിപ്പിച്ചില്ല എങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യമല്ലാതെ ആയി പോകും. സമുദായക്കാരും പാർട്ടിക്കാരും എല്ലാവരും കൂടെ പോലീസുകാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ രോഹിത്തിനെ പ്രതി ലിസ്റ്റിൽ ചേർത്തത് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ പിന്നെ നമ്മുടെ ശരണ്യക്ക് ഉണ്ടാകാൻ പോകുന്ന കുറച്ച് അനുഭവങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും കൺമുമ്പിൽ കാണാതെയാണ് ശരണ്യ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ആർക്ക് വേണ്ടി? അലീനയ്ക്ക് വേണ്ടി തന്നെ, വേറെ ആർക്കും വേണ്ടിയല്ല. തന്റെ അലീന ചേച്ചി നഷ്ടപ്പെടരുത് തനിക്ക്, അലീന ചേച്ചി കൂട്ടെന്നും വേണം എന്ന ഒരു ഇത് മനസ്സിലുണ്ട്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളായിട്ട് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.